ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെൽക്കം ടു ദ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ്, ലെസൺ നമ്പർ 68. കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത് ലെസൺ നമ്പർ 67 ആണ്. അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യത്തെ 3 അധ്യായങ്ങളും അതിൻ്റെ ഇൻട്രഡക്ഷനുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 4, 5 എന്നീ അധ്യായങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അതായത് പുതിയ നിയമസഭയുടെ ആരംഭവും വളർച്ചയും. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അവർക്കൊരു പുതിയ മാർഗം ഉപദേശിച്ചു കൊടുത്തു, പുതിയ നിയമം ഉപദേശിച്ചു കൊടുത്തു. എന്നാൽ അത് അവർക്ക് സ്വീകരിക്കുവാനായിട്ട് സ്വീകാര്യമല്ലായിരുന്നു. എന്നാൽ അവിടെ നിന്നും യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ കാര്യങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തികളിൽ അത് പ്രാവർത്തികമാക്കുന്നതാണ് സഭയുടെ ആരംഭം. അതായത് പുതിയ നിയമസഭയുടെ ആരംഭം ഇത് പഴയ നിയമസഭയിൽ നിന്നും തുലവും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പഴയ നിയമത്തിൽ കേവലം പ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും അസാധ്യമായിട്ടിരിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ അബ്രഹാം, നോഹ മുതലായവരൊക്കെ കൃപയാലാണ് അല്ലെങ്കിൽ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് വേദപുസ്തകം തന്നെ നമ്മൾക്ക് ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോടുകൂടെ ഈ കൃപായുഗം ആരംഭിക്കുകയും വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുന്നു എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമ സഭയുടെ പാറ്റേണാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശു നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിലെ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകൾക്ക് വളരെ വ്യത്യാസങ്ങളുണ്ട്. പഴയ നിയമത്തിലെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യാസമാണ് പുതിയ നിയമസഭയിലെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 3, 4 അധ്യായങ്ങൾ അല്ലെങ്കിൽ 4, 5 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, ഈ പഴയ നിയമത്തിലെ പ്രമാണികളും പുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ വലിയ എതിർപ്പുകളാണ് ഈ പുതിയ നിയമസഭയോട് കാണിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇന്നത്തെ ലെസണിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ എതിർപ്പുകളുടെ മധ്യത്തിലും പഴയ ആ പാരമ്പര്യങ്ങളെ വിട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിയമിച്ചതായ ആ പുതിയ നിയമസഭയിലേക്ക് ആൾക്കാർ ധാരാളമായിട്ട് കടന്നു വരുന്ന കാഴ്ചയാണ് ഈ ലെസണിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് കാണുവാനായിട്ടുള്ളത്. ചാപ്റ്റർ 4 നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായ പത്രോസിനെയും യോഹന്നാനെയും നമ്മൾക്ക് മെയിനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ എന്നാൽ പുരോഹിതന്മാരും ശാസ്ത്രിമാരും പടനായകന്മാരൊക്കെ വളരെ അധികാരത്തോടുകൂടെ കടന്നു വന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലേക്ക് ഇടുന്നതായ കാഴ്ചയാണ് അവിടെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അന്നും ഇന്നും ഈ അനുഭവങ്ങൾ പുതിയ സഭയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ പോയി ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ട അനേകം ആൾക്കാർ ഈ സഭയോട് ചേരുന്നുണ്ട്, യേശു സ്ഥാപിച്ചതായ ഈ സഭയോട്. എന്നാൽ പത്രോസും യോഹന്നാനും ഒക്കെ അനുഭവിച്ചതുപോലെ അതിനേക്കാൾ ക്രൂരമായ ഉപദ്രവങ്ങൾ ഒക്കെ ഇന്നും അവർ സഹിച്ചുകൊണ്ടാണ് ഈ സഭയുടെ പണികൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത്, എന്നാൽ വചനം കേട്ടവരിൽ
പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി എന്നാണ് എഴുതിയിരിക്കുന്നത്. കേവലം ചില മാസങ്ങൾ കൊണ്ട്, ചുരുക്കം സമയങ്ങൾ കൊണ്ട് 5000-ഓളം പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് സ്ത്രീകളാണ് കൂടുതലായിട്ട് പുരുഷന്മാരെക്കാൾ അധികമായിട്ട് സഭയിലേക്ക് ആദ്യം കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ പൈതങ്ങളും കാണും. അപ്പോൾ 5000 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ 5000 സ്ത്രീകളും കുട്ടികളും കൂടെ കണ്ടു കഴിഞ്ഞാൽ 10-15,000 ആൾക്കാരോളം യെരുശലേമിലെ ആ സഭയിൽ വന്നു ചേർന്നു. ഈ പുതിയ നിയമസഭയിൽ, യേശു കാണിച്ചു കൊടുത്തതായ സഭയിൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര എതിർപ്പുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞതായ ഒരു വാക്യം നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം. അതായത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നുള്ളത് അന്നും ഇന്നും വളരെ അന്വർത്ഥമായതായ കാര്യമാണ്. പ്രൈസ് ഗോഡ്. 4-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്: ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമാക്കിയെന്ന് നിങ്ങൾ വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നാസറേയനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി തീർന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ എന്ന് ഉത്തരം വളരെ സ്പഷ്ടമായിട്ട് പത്രോസ് പറയുകയാണ്. ഈ ഒരു മനുഷ്യനെ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് സൗഖ്യമാക്കി. യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു, കുതിച്ച് എഴുന്നേറ്റു, തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതോടുള്ള ബന്ധത്തിലാണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വചനം കർത്താവ് ഉറപ്പിച്ചു വന്നത് എന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നു. ഇവിടെ ചോദ്യം ചെയ്യുകയാണ് പത്രോസിനോടും യോഹന്നാനോടും: ഏത് ശക്തി കൊണ്ടാണ് നിങ്ങൾ ഈ അടയാളം ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്നും പലർക്കും മനസ്സിലാകുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി എങ്ങനെയാണ് വ്യാപരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ കർത്താവ് തൻ്റെ സഭയെ പണിയുവാൻ വേണ്ടി വചനം അയക്കുന്നു. വചനത്തിൻ്റെ കൂടെ ആത്മാവൂടെ പ്രവർത്തിക്കുമ്പോൾ വചനത്താലും ആത്മാവിലും ഈ ശക്തി ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് സൗഖ്യം വ്യാപരിക്കുന്ന കാഴ്ച ഇന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 4-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. ഈ പുതിയ നിയമത്തിലെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉള്ളതായ ശുശ്രൂഷയാണ് ഇവിടെ പത്രോസും യോഹന്നാനും ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. യേശു പ്രത്യേകം പറയുകയുണ്ടായി: ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സാക്ഷികളായി പോകുവാൻ. അങ്ങനെയുള്ളതായ പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ആ വചനത്തിൻ്റെ ശക്തിയോടും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ആ മനുഷ്യരിൽ ഈ മാനസാന്തരം നടക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ പള്ളിഭക്തരായ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 4-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ
പത്രോസ് തുടർന്ന് അവരോട് പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്നാണ് പത്രോസ് വളരെ വ്യക്തമായിട്ട് ധൈര്യത്തോടെ അവരോട് പ്രഖ്യാപിക്കുകയാണ്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരു ദേവനിൽ ആശ്രയിച്ചാലും, ഒരു പൊളിറ്റിക്കൽ ലീഡറിൽ ആശ്രയിച്ചാലും, ഏത് ദൈവത്തിൽ മനുഷ്യ ദൈവങ്ങളിൽ ആശ്രയിച്ചാലും അവർക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗവുമില്ല. ഇത് മാത്രമാണ് രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം എന്ന് നമ്മൾക്ക് ഇവിടെ പത്രോസിൻ്റെ വായിൽ നിന്നും കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്ക്ലൂസിവിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതായത് ക്രൈസ്റ്റ് എലോൺ എന്നുള്ളതായ ഒരു ഭാഗമാണ് ഇവിടെ പത്രോസ് അവരോട് സംസാരിക്കുന്നത്. നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് മാത്രം, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ മാത്രം, നമ്മൾ ആ മരണത്തെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പത്രോസ് ഇവിടെ തീർത്ത് പറയുകയാണ്. നമ്മൾ സഭാചരിത്രം ഒരു 1520 ആകുമ്പോഴേക്ക് നോക്കുമ്പോൾ സഭയുടെ രീതികളൊക്കെ മാറുന്നതായിട്ട് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് കത്തോലിക്ക സഭയായിട്ട് അത് മാറുന്നു. അവിടുത്തെ ലീഡേഴ്സൊക്കെ പോപ്പിൻ്റെ അധികാരത്തിലും വലിയ അധികാരങ്ങളും വലിയ കെട്ടിടങ്ങളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിത്തീരുമ്പോൾ അവിടെ വചനത്തിന് സ്ഥാനം ഇല്ലാതെ പോകുന്നതായ ഒരു കാഴ്ച നമ്മൾക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ പത്രോസ് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു രക്ഷയും ഇല്ല. യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസത്താലല്ലാതെ, കൃപയാലല്ലാതെ രക്ഷ ഇല്ല എന്നുള്ള കാര്യം ഈ പള്ളി പ്രമാണികളുടെ ഒക്കെ മധ്യത്തിൽ കത്തോലിക്ക സഭയിലും വളരെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പറഞ്ഞ് എതിർത്ത് നിന്നതായ, അല്ലെങ്കിൽ വചനത്തിനു വേണ്ടി നിലകൊണ്ടതായ ഒരു ഭക്തനാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായ കാര്യമാണ്. വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു തിയോളജി പ്രൊഫസറായിരുന്നു അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. അദ്ദേഹം വചനം പഠിപ്പിക്കുന്നതായ സമയത്ത് നല്ലവണ്ണം വചനം പഠിക്കുകയും അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും, മനസ്സിലാക്കിയപ്പോൾ ആ സത്യങ്ങൾ മറച്ചു വയ്ക്കുവാൻ പാടില്ലാതെ ഇത് വിളിച്ച് അറിയിക്കണം, വെളിപ്പെടുത്തണം. അത് തൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ കാര്യങ്ങൾ ഒക്കെ പരസ്യമായിട്ട് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുസഭയുടെ ചരിത്രം നമ്മൾ അല്പം മുൻപോട്ട് കയറി പറയുകയാണ്. മുൻപോട്ട് പോയപ്പോൾ ഉപദ്രവങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഒരു ചക്രവർത്തിയുടെ സഭയായിട്ട് കുസ്തന്തീനോസിൻ്റെ സമയത്ത് ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും സഭ വളരെ 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 ലക്ഷറി സ്റ്റൈലിലേക്ക് മാറുകയും രാജകൊട്ടാരത്തിൻ്റെ തന്നെ പാലസിൻ്റെ ഒരു ഭാഗം തന്നെ സഭയ്ക്കായിട്ട് കിട്ടുകയും പോപ്പിന് വലിയ ഒരു സ്ഥാനം ഭരണത്തിൽ തന്നെ കിട്ടുകയും ചെയ്തതുകൊണ്ട് അവിടെ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ടാകുന്നു. വചനത്തിന് വ്യത്യാസം വരുത്തുന്നു, വചനം വളരെ അയക്കുന്നു. അതുമാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി, പണപ്പിരിവിന് വേണ്ടി ഈ വചനമൊക്കെ കൂട്ടിക്കളയുന്നതായിട്ട് നമ്മൾക്ക് ആ കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സമയത്ത്, ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് ഈ മാർട്ടിൻ ലൂതർ അവിടേക്ക് തൻ്റെ ശബ്ദം ഉയർത്തി കാട്ടുന്നത്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പ്രകാലെ നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ വചനം ആർക്കും ലഭ്യമല്ലായിരുന്നു, ആരും അത് വായിക്കുവാൻ അലൗഡല്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം പുരോഹിതന്മാർക്ക് മാത്രമേ അത് വായിക്കുവാനായിട്ട് പുസ്തകം കിട്ടുകയുള്ളായിരുന്നു. അതുമാത്രവുമല്ല,
സഭ പറയുന്നതായ നിലപാട് മാത്രമേ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. ആരെങ്കിലും വചനം പകർത്തുകയോ അതിൻ്റെ കോപ്പി എടുക്കുകയോ അത് വിതരണം ചെയ്യുകയോ ചെയ്താൽ അവരെ കൊല്ലുകയും പതിവായിരുന്നു. അങ്ങനെയുള്ള പലരെ കൊന്നതായ, അങ്ങനെ രക്തസാക്ഷികളായി തീർന്ന പല ഭക്തന്മാരും ഈ സഭയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയുള്ളതായ ഒരു സമയത്താണ് ഈ മാർട്ടിൻ ലൂതർ ഈ വേദപുസ്തകത്തിലെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതായ ആ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുന്നത്. വിറ്റൻബർഗ് ചർച്ചിൻ്റെ വോളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ട് താൻ ആ പള്ളിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നതായ ചരിത്രമാണ് നമ്മൾക്ക് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പഠിപ്പീരിൽ പ്രത്യേകമായിട്ട് ഉള്ളതായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകൾ, യേശുക്രിസ്തുവിൻ്റെ എക്സ്ക്ലൂസിവിറ്റി എന്നുള്ളതായ ആ വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് സോളാ ക്രിസ്റ്റോസ് ത്രൂ ക്രൈസ്റ്റ് ഉള്ളി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷ എന്നാണ് അദ്ദേഹം വചനത്തിൽ നിന്നും മനസ്സിലാക്കി ജനങ്ങളെ പഠിപ്പിച്ചത്. സത്യത്തിനു വേണ്ടി നിന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും പാരമ്പര്യത്തിനെയും പുറത്തു തള്ളിയിട്ട് സത്യത്തിനു വേണ്ടി ഇറങ്ങിയതായ ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് റിഫോർമേഷൻ തുടങ്ങിയത് എന്ന് ഈ പത്രോസിൻ്റെ പ്രസംഗത്തോട് ചേർന്ന് നമ്മൾ പറയുന്നതിൽ തെറ്റില്ല. എന്നിട്ട് രണ്ടാമതായിട്ട് പറയുന്നതായ മറ്റൊരു കാര്യം സോളാ ഫിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഫെയ്ത്ത് എലോൺ, വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്നുള്ളത്. പ്രവൃത്തിയാൽ രക്ഷയെന്ന് പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ കത്തോലിക്ക സഭയും അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കാശ് കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ളതായ കുറുക്ക് വഴിയുണ്ട്, സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പ്രൊമോഷൻസ് ഉണ്ട്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം റെക്കമെൻഡേഷൻസ് ഉണ്ട്, പുണ്യവാളന്മാരോടുള്ളതായ റെക്കമെൻഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കാശ് കൊടുത്താൽ മതി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഇതാ മാർട്ടിൻ ലൂതർ ആ കത്തോലിക്ക പുരോഹിതൻ സത്യം മനസ്സിലാക്കിയിട്ട് പറയുകയാണ് സോളാ ഫിഡേ ത്രൂ ഫെയ്ത്ത് എലോൺ, കർത്താവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് ഒരാൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തായിട്ട് പറയുന്നത് സോളാ സ്ക്രിപ്ചൂറ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ സ്ക്രിപ്ചർ എലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അതിന് യാതൊരു മാറ്റവും വരുത്താതെ അത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. അതിലേക്കുള്ള വഴി ഈ വചനത്തിൽ കൂടെയാണ്. ആ വചനമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ വചനം മനസ്സിലാക്കുക, വചനം പഠിക്കുക, വചനത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, അനുസരിക്കുക. അല്ലാതെ പൂർവകാല പാരമ്പര്യത്തിൻ്റെ നാരിലും വേരിലും തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ രക്ഷാമാർഗം അല്ല എന്നുള്ള കാര്യം മാർട്ടിൻ ലൂതർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സോളാ സ്ക്രിപ്ചറ ത്രൂ സ്ക്രിപ്ചർ ഉള്ളി, വചനത്തിൽ കൂടെ മാത്രം നമ്മളുടെ വിശ്വാസം കണ്ടെത്തുക, നമ്മളുടെ വിഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. വെളിപ്പാട് വചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിലേക്കുള്ള വഴി മനസ്സിലാക്കണമെന്നുള്ളത്. അടുത്തായിട്ട് മാർട്ടിൻ ലൂതർ പറയുന്നത് സോളാ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ ത്രൂ ഗ്രേസ് ഉള്ളി എന്നാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. വചനം അതാണ് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ തന്നെയും പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടണം എന്ന് പഴയ നിയമം അനുശാസിക്കുന്നെങ്കിൽ തന്നെയും ആ പ്രവൃത്തി കൊണ്ട് ഒരുത്തനും രക്ഷിക്കപ്പെടുവാനായിട്ട് സാധ്യമാകയില്ല എന്ന് പഴയ നിയമം തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനിടയിലും അബ്രഹാമും അതുപോലെ തന്നെ നോവയും മറ്റ് ഭക്തന്മാരൊക്കെയും വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നോവ എങ്ങനെയാണ് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത്? അവൻ കാണാതെ ഇതുവരെ ഇരുന്നതായ
ആ മഴയെക്കുറിച്ച് അവൻ കാണാതെ വിശ്വസിച്ചു. വിശ്വാസത്താൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ വിശ്വാസത്താൽ തൻ്റെ മകനെ യാഗമായിട്ട് അർപ്പിച്ചു. ഇവൻ മരിച്ചാലും ഈ ചാരത്തിൽ നിന്ന് എൻ്റെ മകനെ ഉയർപ്പിപ്പാൻ കർത്താവ് യോഗ്യൻ എന്ന് അവൻ വിശ്വസിച്ചു. ആ വിശ്വാസത്താലാണ് 100-ാമത്തെ വയസ്സിലും തനിക്കൊരു മകൻ ഉണ്ടാകും എന്ന് അവൻ വിശ്വസിച്ചു. അപ്പോൾ അബ്രഹാമും പഴയ നിയമത്തിലെ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെയും വിശ്വാസത്താലാണ് അവൻ രക്ഷപ്പെട്ടത് എന്ന് അവിടെയും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വാസത്താൽ മാത്രമാണ് ഒരാൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്നത്, നിത്യതയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം മാർട്ടിൻ ലൂതർ പറഞ്ഞത് സോള ഡി ഗ്ലോറിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗ്ലോറി ടു ഗോഡ് ഒള്ളി. സർവമാനത്തിനും മഹത്വത്തിനും യോഗ്യനായവൻ നമ്മളുടെ കർത്താവ് മാത്രമാണ് എന്നാണ് ഈ മാർട്ടിൻ ലൂതർ വിളിച്ചു പറഞ്ഞത്. അന്നത്തെ കാലം മാത്രമല്ല, ഇന്നത്തെ കാലത്തും മഹത്വത്തിന് വേണ്ടി ആൾക്കാർ ഓടി നടക്കുകയാണ്. സർവമാനവും മഹത്വവും എനിക്ക് തന്നേരെന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കളൊക്കെ പരതി നടക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞ സകല മാനവും മഹത്വവും നമ്മളുടെ കർത്താവിന് കൊടുക്കണം എന്നുള്ളതാണ് വചനം പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ത്രൂ ക്രൈസ്റ്റ് എലോൺ. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷ. വേറെ 100,000 ദേവന്മാരിൽ കൂടെ പ്രാർത്ഥിച്ചാലും രക്ഷ ലഭിക്കുകയില്ല. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു പേര്, അത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം എന്നാണ് മാർട്ടിൻ ലൂതർ വചനത്തിൽ കൂടി തെളിയിച്ചത്. രണ്ടാമത് ത്രൂ ഫെയ്ത്ത് എലോൺ എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ മാത്രം. ഞാൻ എത്രമാത്രം നീതി പ്രവർത്തികൾ ചെയ്താലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുമ്പോൾ അതിന് ഒരു പരിപൂർണതയില്ല. ആ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളുടെ പ്രവൃത്തി ചെയ്ത് അവിടേക്ക് കടക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. ആ പഠിപ്പീരും സഭയുടെ തെറ്റാണ് എന്ന് താൻ വിളിച്ച് പറയുകയുണ്ടായി. മൂന്നാമതായിട്ട് പറയുമ്പോൾ സോള സ്ക്രിപ്ചറ എന്ന് പറയുമ്പോൾ ത്രൂ സ്ക്രിപ്ചർ ഒള്ളി. വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു? വചനത്തിൽ നമ്മളുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് തന്ന് പഠിപ്പിച്ചതായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ എന്തൊക്കെ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നു, ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിളിച്ച് പറയുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തതായ ദൈവദാസനാണ്. അടുത്തതായിട്ട് ഗ്രേസ് ഉള്ളി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്ന്. എന്നിട്ട് വീണ്ടും പറയുന്നത് ദൈവം സകല മഹത്വവും ദൈവത്തിനു മാത്രം. ലോകത്തിലെ മനുഷ്യർ മഹത്വത്തിൻ്റെ പുറകെ, ഗ്ലോറിയുടെ പുറകെ പോകുമ്പോൾ അവരൊന്നും അതിന് യോഗ്യരല്ല. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യൻ. വചനം അനുസരിക്കുകയും കർത്താവിനെ പിൻപറ്റുന്നവരും മനുഷ്യൻ മഹത്വം എടുക്കാതെ, ഗ്ലോറി എടുക്കാതെ യേശുവിന് സകല മഹത്വവും കൊടുക്കണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അത് ശരിയായി മനസ്സിലാക്കിയ ഒരു ദൈവദാസനായിരുന്നു ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നതായ രക്ഷിക്കപ്പെട്ടതായ കത്തോലിക്ക പുരോഹിതൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 4-ന്റെ 18-ാമത്തെ പറയുന്നത്, പിന്നെ അവരെ വിളിപ്പിച്ചിട്ട് പത്രോസിനെയും യോഹന്നാനെയും ഈ പുരോഹിതന്മാരും ശാസ്ത്രിമാരും അധികാരികളും സേവകന്മാരും ഒക്കെ വിളിപ്പിച്ചിട്ട് പറയുകയാണ്. പിന്നെ അവരെ വിളിപ്പിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പോൾ അന്ന് മുതലേ
ഈ അധികാരികളൊക്കെ തുടങ്ങിയതാണ്, ഈ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത്, ജനങ്ങളെ അത് പഠിപ്പിക്കരുത്, ജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കുകയും ഇതിൽ നിന്നും പിന്മാറ്റിക്കൊണ്ട് പോകുവാനും വേണ്ടി എല്ലാവിധമായ പണികളും അന്ന് മുതൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ട്, മറ്റ് മതക്കാർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് യഹൂദ മതക്കാരും ഇത് ചെയ്തിരുന്നു. എന്നാൽ പത്രോസിന് പറയുവാനുള്ളത്, ദൈവത്തെക്കാൾ അധികമായിട്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ അനുസരിക്കണമെന്നാണോ പറയുന്നത്? അത് ന്യായമാണോ? അതൊരിക്കലും ന്യായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമില്ല എന്ന് പത്രോസ് അപ്പോസ്തലൻ, ആദ്യത്തെ പോപ്പ്, പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ പാരമ്പര്യത്തിൻ്റെയും മറ്റ് ചർച്ചുകളുടെയൊക്കെ കാര്യങ്ങൾ വേദപുസ്തകത്തിന് എതിരായി നിൽക്കുമ്പോൾ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ, എന്നോടും നിന്നോടും ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് മറുപടി പറയുവാൻ നമ്മൾക്ക് ധൈര്യം ഉണ്ടോ, പ്രാഗൽഭ്യം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് ദൈവമുമ്പാകെ ന്യായം ആണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ എല്ലായ്പ്പോഴും മറുപടി പറയുവാൻ തയ്യാറായിരിക്കണം. ഞാൻ ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോകും. മനുഷ്യരുടെ ന്യായങ്ങളും മനുഷ്യരുടെ ആചാരങ്ങളൊക്കെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അത് പുറകിൽ തട്ടിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ നിൽക്കും എന്നുള്ള തീരുമാനത്തോടുകൂടെ നമ്മൾ മുൻപോട്ട് പോയാൽ നിത്യതയിൽ ചെന്നെത്തുവാനായിട്ട് സാധിക്കും. അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രൈസ് ഗോഡ്. ഇവിടെ യഹൂദ ശാസ്ത്രികൾ പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മിണ്ടരുത്, യേശുവിൻ്റെ നാമം പരത്തരുത്, അതിലേക്ക് ജനങ്ങളെ വിളിക്കരുത്, വചനം അവരെ പഠിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ പത്രോസിനും യോഹന്നാനും പറയുവാനുള്ളത്, അവൻ രാജാതിരാജാവാണ്, സകലത്തെയും സൃഷ്ടിച്ചവനാണ്, സകലത്തെയും ഉളവാക്കിയവൻ, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുവാനായിട്ട് കഴിവുള്ളവൻ. അതുമാത്രമല്ല, മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവൻ. ഈ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും കൺട്രോൾ ചെയ്യുവാൻ കഴിവുള്ള ആ രാജാതിരാജാവാണ് ഞങ്ങളോട് കൽപ്പിച്ചത്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി ഈ സുവിശേഷം നിങ്ങൾ അറിയിക്കണം, അറിയിച്ചിട്ട് സഭയോട് ചേർക്കണം, ചേരുന്നവരെ സ്നാനപ്പെടുത്തി അവരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണമെന്ന് മത്തായിയുടെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ ഒടുവിൽ പറഞ്ഞിട്ടാണ് യേശു സ്വർഗത്തിലേക്ക് കടന്നു പോയത്. അതോർക്കുമ്പോൾ ഈ മനുഷ്യരുടെ ആചാരങ്ങളിലൊക്കെ രണ്ടാം നിരയിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് യേശുവിൻ്റെ പഠിപ്പിക്കലുമായി മുൻപോട്ട് പോകുവാൻ അതാണ് പത്രോസിനും യോഹന്നാനും ധൈര്യം പകർന്നു കൊടുത്തത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് 4:23 നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് 4:23 അവരെ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. അന്നും ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ ഇത്രമാത്രം ആൾക്കാരൊക്കെ സഭയിലേക്ക് കടന്നു വന്നു, ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ കടന്നു വന്നു എങ്കിൽ തന്നെയും ഈ യഹൂദന്മാരുടെ ഉപദ്രവങ്ങൾ ഒക്കെ ഏൽക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ അവർ ചെയ്തു തരുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത്, തിരിച്ച് വഴക്കിന് പോകാതെ അവർ എന്താണ് ചെയ്തത്? കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഉപദ്രവങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, കൂട്ടാളികളെന്ന് പറയുമ്പോൾ നമ്മളുടെ സഭയിൽ കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതായ
നമ്മളുടെ സഹോദരങ്ങളോട് ചേർന്ന് സഭയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളുടെ മധ്യത്തിൽ സഭ പ്രാർത്ഥിച്ചപ്പോൾ പല അത്ഭുതങ്ങളും കർത്താവ് ചെയ്തു. അവരെയൊക്കെ വിടുവിച്ചതായ കാര്യങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 4:31 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 4:31, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ, അതുപോലെ ജയിലുകളിലും കാരാഗ്രഹങ്ങളിലുമൊക്കെ പിടിച്ചിടുന്നതായ അതിൻ്റെ മധ്യത്തിലും അവർ കൂട്ടായ്മ ആചരിക്കുന്നവരോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ എന്താണ് അവരുടെ പ്രാർത്ഥന? അവരുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. 4-ാം അധ്യായത്തിൻ്റെ 29 വാക്യം അവരുടെ പ്രാർത്ഥന നമ്മൾക്കൊന്ന് വായിക്കാം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ ഭീഷണി വയ്ക്കുകയാണ്. സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോൾ പത്രോസിനും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് വേണം, അത് നൽകണം. എങ്കിൽ മാത്രമേ അത് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അത് കീപ്പ് ഓൺ ഗോയിങ് ആണ്. ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രാർത്ഥനയോടുകൂടെ അവർ മുൻപോട്ട് പ്രസംഗിച്ച് മുൻപോട്ട് പോകുമ്പോൾ ജനങ്ങൾ സഭയിലേക്ക് വീണ്ടും കടന്നു വരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ 2 കൂട്ടരെയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പത്രോസും യോഹന്നാനും ശിഷ്യന്മാരും ഒക്കെ വിളിച്ച് പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, അവൻ മരിച്ചു, ഉയർത്തു, അവൻ്റെ രക്തം നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നൽകുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. അതിൽ കൂടെ നമ്മൾക്ക് ഒരു പരിപൂർണ യാഗത്തിൽ കൂടെ നമ്മൾക്ക് രക്ഷ ലഭിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെയുള്ളതായ രക്ഷയെക്കുറിച്ച് വിളിച്ച് പറയുമ്പോൾ ഒരു കൂട്ടർ ആ വചനം കൈക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ, രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവർ അതിനെ പാടെ റിജക്റ്റ് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്കതൊന്നും വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഒരു വഴിയുണ്ട്, ഞങ്ങൾ അതിൽ നിന്നോളാം, ഞങ്ങൾ അവിടെ തന്നെ ചത്തോളാം, ഞങ്ങൾ അവിടുത്തെ കല്ലറയിൽ കടന്നോളാം, നരകത്തിൽ പോയാലും കുഴപ്പമില്ല, അവിടെ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതായ ഒരു കൂട്ടരെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ളവർക്കൊക്കെ നിത്യരക്ഷയില്ല എന്നുള്ള കാര്യം വചനം വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ധാരാളമായിട്ട് വളരെ അടുത്ത് അവരുടെ വായിലേക്കും നാക്കിലേക്കും കണ്ണിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടും സ്വീകരിക്കാതിരുന്നാൽ അവർ നിത്യന്യായവിധിയിൽ കടക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടർ ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ അനുസരിക്കുന്നവർ, രണ്ടാമത്തെ കൂട്ടർ അത് ഇഗ്നോർ ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായിരിക്കണം, അതിൽ ജാഗ്രത കാട്ടണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ യേശുക്രിസ്തു തൻ്റെ സുവിശേഷങ്ങളിൽ ഒക്കെ താൻ പറഞ്ഞതായ വാക്കുകളൊക്കെ നമ്മൾ ഓർക്കണം. എന്നേക്കാൾ അധികമായി എന്തെങ്കിലും സ്നേഹിക്കുന്നവർക്ക് എന്നെ ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കുമല്ല. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സഹോദരന്മാരെയോ വസ്തുക്കളെയോ ഒക്കെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുകയില്ല. എന്ന് പറഞ്ഞാൽ അതെല്ലാം കളയണം എന്നല്ല അർത്ഥം. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, വചനത്തെ സ്നേഹിച്ചുകൊണ്ട്
നമ്മൾ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. വചനത്തിന് വളരെ സ്ഥാനം കൊടുക്കേണ്ടതാണ്. പ്രൈസ് ഗോഡ്. ഇനിയും 4:33 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഒരു പ്രത്യേക വാക്കാണ് കൃപ. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അവിടെയാണ് നമ്മൾക്ക് സാൽവേഷൻ കിട്ടുന്നത്, രക്ഷ കിട്ടുന്നത്. നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ ഒന്നും കിട്ടത്തില്ല. നേർച്ച കഴിക്കുന്നത് കൊണ്ട് കിട്ടത്തില്ല. അങ്ങനെ മറ്റുള്ള എഴുതി വച്ചേക്കുന്ന പ്രാർത്ഥനകൾ വായിക്കുന്നത് കൊണ്ട് കിട്ടത്തില്ല എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരിക്കുന്നത് പറയുമ്പോൾ കർത്താവിൽ വിശ്വസിച്ചതായ ഈ കൂട്ടർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ അവർക്കെല്ലാം ദൈവകൃപയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് കാണാം. ഇനിയും ചാപ്റ്റർ 5 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ അനന്യാസ് ആൻഡ് സപ്പീറ എന്ന് പറയുന്നതായ ഒരു ദമ്പതികളുടെ കഥയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾക്ക് പലപ്പോഴും പല ചോദ്യങ്ങളും ഇവരുടെ ഈ അനുഭവത്തിൽ നിന്നും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഭവിച്ചത്? പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് മനസ്സിലാക്കി തരും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അനന്യാസിനെയും സപ്പീറയും ശിക്ഷിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യരെ ദൈവം ശിക്ഷിക്കാത്തത്? എന്നാൽ അവിടെയും ഈ പുതിയ നിയമത്തിൽ ഒരു ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് അവിടെ നമ്മൾക്ക് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അപ്പോഴപ്പോൾ ചെയ്യുന്നതായ പാപങ്ങൾക്ക് അപ്പോഴപ്പോൾ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വലിയ മരണങ്ങളും വളരെയധികമായ ശിക്ഷകളും ദൈവം നൽകേണ്ടി വരും. എന്നാൽ പുതിയ നിയമസഭയിലെ ദൈവത്തിൻ്റെ കൃപയാൽ ആണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. കൃപ ലഭിച്ചവരായതുകൊണ്ട് പാപികളാണെങ്കിൽ തന്നെയും നമ്മളുടെ പാപങ്ങളെ മോചിച്ച് നീതിമാന്മാരാക്കി തീർക്കുന്നതായ ഒരു പദ്ധതിയാണ് പുതിയ നിയമസഭയിൽ ഉള്ളത്. അതുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയോടുകൂടെ ഓരോ മനുഷ്യർക്കും സമയം കൊടുത്ത് മുൻപോട്ട് സമയം നീട്ടിക്കൊടുക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അനന്യാസിൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു കാര്യം പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെയെടുത്ത് വയ്പ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? കഥ നമ്മൾക്കറിയാം. അനന്യാസും സഫീറയും തങ്ങളുടെ വസ്തുവകകൾ വിറ്റിട്ട് അതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് അത് സീക്രട്ടായിട്ട് വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാ ബദലും നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയൊരു സ്ഥാനത്തിന് വേണ്ടിയോ പൊസിഷന് വേണ്ടിയോ വ്യാജം പറയുന്നതായ കാര്യമാണ് ഇവർ ചെയ്തത്. എന്നാൽ പത്രോസ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? സാത്താന് നിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുവാൻ അനുവാദം കൊടുത്തതെന്ത്? അവിടെയാണ് അനന്യാസിന് പറ്റിയതായ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ യൂദായുടെ ചരിത്രം പഠിക്കുമ്പോഴും അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും, യൂദ ആ ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്ന് ആ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ കടന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാത്താൻ നമ്മളുടെ ഹൃദയത്തിൽ കടക്കണമെങ്കിൽ നമ്മളതിന് അനുവാദം കൊടുക്കണം. അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോകണം. യേശുവിനെ വിട്ടുപോകണം. മറ്റൊരു ഉദ്ദേശത്തോടു കൂടെ പണമുണ്ടാക്കുവാനോ സ്ഥാനമുണ്ടാക്കുവാനോ വേണ്ടി അങ്ങനെ ആരെങ്കിലും പോയാൽ അത് ദൈവസന്നിധിയിൽ പ്രസാദമല്ല എന്നുള്ളതായ ഒരു കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ളതായ ഒരു സംഭവം ഇവിടെ
നടക്കുവാനായിട്ട് അനുവദിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇന്നത്തെ സഭകളിലും അതുപോലെ തന്നെ മിക്ക ഓർഗനൈസേഷനിലും സ്ഥാനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതായ മനുഷ്യരുണ്ട്, ലീഡേഴ്സുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നതായ ആൾക്കാർ, കപടം കാണിക്കുന്നതായ മനുഷ്യരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തെ ശരിയാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനുള്ളതായ ഒരു സത്യമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഈ പാപത്തിനുള്ളതായ ശിക്ഷ ഉടനെ ലഭിക്കാത്തത് കൊണ്ട് മനുഷ്യർ ഭയമില്ലാത്തവരായിത്തീരുന്നു എന്നുള്ളതായ കാര്യവും ഒരു സത്യമാണ്. ഉടനടി ശിക്ഷ അപ്പോഴപ്പോൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കൂടുതൽ ഭയമുള്ളവരായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അങ്ങനെ ഭയപ്പെടുത്തി ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവസന്നിധിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ അനന്യാസിൻ്റെയും സഫീറയുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യൂദയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ 2 തോണിയിൽ കാൽ വയ്ക്കുന്നവരായിട്ടാണ് അവരെ നമുക്ക് കാണുന്നത്. യേശുവിൻ്റെ കൂടെയുണ്ട്, അതേസമയം മറ്റൊരു കാൽ സാത്താനിലുമാണ്. യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ സാത്താൻ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകുന്നുള്ള അനുവാദം കൊടുക്കുന്നു. 2 തോണിയിൽ കാൽ വയ്ക്കുന്നവർക്ക് അധിക ദൂരം പോകുവാനായിട്ട് സാധ്യമാകുകയില്ല എന്നുള്ളതാണ് ഇവരുടെ ജീവിതം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. എല്ലായ്പ്പോഴും ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളുടെ കാലുകളെ ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ശരണമാക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ അവൻ ഏതവസ്ഥയിലും നമ്മളെ കൈവിടാത്തവനായിട്ട് നമ്മളെ നടത്തും എന്നുള്ളതാണ് വചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 5-12 വാക്യം നമ്മൾ നോക്കുമ്പോൾ, 5-ാം അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. അപ്പോൾ ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ശിഷ്യന്മാരുടെ ഒക്കെ പ്രവർത്തനത്താൽ, അല്ലെങ്കിൽ അവരുടെ പ്രസംഗം കേട്ട്, നമ്മൾ മുമ്പേ കേട്ടതുപോലെ 5000-ഓളം പുരുഷന്മാർ തന്നെയായിത്തീർന്നു. അപ്പോൾ അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് ഒരു വലിയ കൂട്ടം 10-15,000 പേരോളം കൂടുന്നതായ ഒരു വലിയ ആൾക്കൂട്ടം രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു യെരുശലേമിൽ എന്ന് നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവർ എവിടെയാണ് കൂടിയിരുന്നത്? ശലോമോൻ്റെ മണ്ഡപത്തിൽ ഒരു സെപ്പറേറ്റ് സ്ഥലമുണ്ട്. അവിടെയാണ് ഇവരെ കൂടി വന്നിരുന്നത്. അല്ലാതെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ കൂടുന്നതായ മെയിൻ ഓഡിറ്റോറിയത്തിൽ അവർക്ക് കൂടുന്നതിനുള്ളതായ അനുവാദമില്ലായിരുന്നു. ഇതിൻ്റെ ഒരു വശത്തുള്ള ശലോമോൻ്റെ മണ്ഡപത്തിൽ അവിടെ ഇവരിങ്ങനെ കൂടി വന്നിരുന്നു. എന്നാൽ അവിടെ നിന്നുമാണ് ഇവർക്ക് ഓടിപ്പോകേണ്ടതായ അവസ്ഥ വന്നത്. അവിടെ നിർത്തുവാനായിട്ട് അവർ അനുവദിച്ചില്ല. അവർ വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് ഉപദ്രവങ്ങൾ മൂലം ഓടിപ്പോകുന്നതായിട്ടാണ് നമ്മൾ പിറകാലെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടുകൂടെ വ്യാപിച്ചു. ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് പകർന്നു. അനേകം ആൾക്കാർ യെരുശലേമിൽ തന്നെ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് മുൻപോട്ട് വന്നു. ശലോമോൻ്റെ മണ്ഡപത്തിൽ ആദ്യം കൂടിയിരുന്നു. എന്നാൽ പിന്നീട് അവർ അവിടെ നിന്നും മാറിയതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് കാണുന്ന, പിന്നെ മഹാപുരോഹിതനും സെദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹത്തിൽ വാതിൽ തുറന്ന് അവരെ പുറത്ത് കൊണ്ടുവന്നു. ഇവിടെ കാണുന്നത്, ഇങ്ങനെ ആൾക്കാർ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട വേറൊരു പുതിയ നിയമസഭയുടെ കൂട്ടമായി തീർന്നപ്പോൾ
ഈ ഈ പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒക്കെ ഇത് സഹിക്കുവാൻ പാടില്ലാതെ വീണ്ടും ഇവരെ പിടിച്ച് ഇത് കാരാഗൃഹത്തിലേക്ക് കൊണ്ടിട്ട് അടയ്ക്കുകയാണ്. കാരാഗൃഹത്തിൽ കാവൽക്കാരെയും വെച്ചു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുകയുണ്ടായി, ഇവിടെ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന കാവൽക്കാർ അറിയാതെ തന്നെ ആ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് നമ്മൾക്ക് കാണാം. എന്നാൽ രാവിലെ സമയം ഇതിൻ്റെ ബാക്കി നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ രാവിലെ സമയം നോക്കിയപ്പോൾ അവിടെ കാവൽക്കാർ ചെന്ന് നോക്കിയപ്പോൾ ഇവരെ പത്രോസിനെയും യോഹന്നാനെയും കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. ഇവരെ ഇതാ ദൂതൻ ആ വാതിൽ തുറന്ന് വെളിയിലേക്ക് കൊണ്ടുപോയി അവർ ദേവാലയത്തിൽ അവിടെ നിന്ന് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, സുവിശേഷം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 28-ാമത്തെ വാക്യം, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ, നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ വചനമാണ്, യേശുവിൻ്റെ വാക്കാണ് ലോകത്തിൻ്റെ യെരുശലേമിലും യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികൾ ആകണം, എൻ്റെ വചനം പറയണം, രക്ഷയുടെ സന്ദേശം അറിയിക്കണം. അവർ ആ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുകയാണ് ശിഷ്യന്മാർ. എന്ത് പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും ആ പ്രസംഗം അവർ നിർത്തുന്നില്ല. അവർ ദേവാലയത്തിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് ഈ ജനങ്ങളെ ഉപദേശിക്കുകയും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നടക്കുമ്പോൾ സഭ വളരെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. 29-ാമത്തെ വാക്യം, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മളുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിൻ്റെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നുവെന്ന് ധൈര്യമായിട്ട് അവരോട് പറയുകയാണ്. ഈ മത നേതാക്കന്മാരോട് പറയുന്നതാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ എന്ത് പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും ദൈവത്തിൻ്റെ ദാസന്മാരായ ഈ പത്രോസും യോഹന്നാനും വളരെ ശക്തിയോടുകൂടെ ദൈവത്തിൻ്റെ വചനം അവർ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ 5-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു കാര്യം, പിന്നെ അവർ വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാർ, അതായത് പത്രോസും യോഹന്നാനും ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു? ഈ പ്രതികൂലങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടായി. അവരെ ജയിലിലൊക്കെ അടച്ചു, കാരാഗൃഹത്തിൽ അടച്ചു. എന്നാൽ ദൂതൻ അവരെ വിടുവിക്കുന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഈ അപമാനവും പ്രയാസങ്ങളും വരുമ്പോൾ അവർ സന്തോഷിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. നമ്മളുടെ ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അപമാനം വരുമ്പോൾ, കർത്താവിന് വേണ്ടി അപമാനം ഏറ്റുകഴിഞ്ഞാൽ അതിൽ നമ്മൾ സന്തോഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ നമ്മളുടെ മനസ്സ് ഒരിക്കലും മടുത്തു പോകാതെ, ആരും നമ്മളെ പുകഴ്ത്തുന്നില്ലല്ലോ, ഇതൊരിക്കലും അപമാന മാർഗമാണല്ലോ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സ് മടുത്തു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാടുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഈ പെന്തക്കോസ്തിൻ്റെ ചരിത്രം ആദ്യം ആരംഭിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930, 40 എന്നീ വർഷങ്ങളിൽ ദൈവത്തിൻ്റെ വചനം, ഈ സത്യവചനം വിളിച്ചു പറഞ്ഞപ്പോൾ അത് കേട്ട് അനുസരിച്ച് മുൻപോട്ട് വന്നവർ ധാരാളമുണ്ട്. എന്നാൽ അന്ന് വളരെ ചുരുക്കമായിരുന്നു, അവർക്ക് വളരെ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. ആരെങ്കിലും ഈ മാർഗത്തിൽ വന്നു ചേർന്നാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് സ്നാനപ്പെട്ട് മുൻപോട്ട് പോയാൽ അവരെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നു, ഭക്ഷണം കൊടുക്കത്തില്ലായിരുന്നു.